ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മൾ വീടിൻ്റെയൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വയർ വാങ്ങിക്കുന്നത് ഹൈ ക്വാളിറ്റി, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി, ഒരു മീഡിയം ക്വാളിറ്റി വയർ നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള വീഡിയോ ആണ് നമ്മളിത് കാണുന്നത്. ആദ്യമേ തന്നെ നോക്കുക, ഇത് ഏകദേശം 30 വർഷം മുന്നേ വലിച്ച വയറാണ്. ഏകദേശം ഒരു 25-30 വർഷം പഴക്കമുള്ള വയറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ കമ്പനിയുടെ പേര് തന്നെ പറയാം, ഫിനോലെക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പേരാണ് ഈ ഫിനോലെക്സിൻ്റെ വയറുകളാണ്. അത് ഒറിജിനൽ ഫിനോലെക്സിൻ്റെ വയറാണ് ഈ വലിച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം നമ്മൾ ആ കോപ്പറിൻ്റെ എഫക്റ്റ് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്യുവർ കോപ്പർ എന്ന് പറയുന്ന രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുള്ള വയറാണ് നമ്മൾ കാണുന്നത് കണ്ടോ. ഒട്ടും തന്നെ ക്ലാവ് പിടിക്കാത്ത, അന്ന് കറുത്തു പോകാത്ത രീതിയിലുള്ള വയറാണ് കാണുന്നത്. പക്ഷേ ഈ ലെവലിൽ അതേ സെയിം ഇയറിൽ തന്നെ സെയിം ലെവലിൽ തന്നെ വലിച്ചിരിക്കുന്ന വേറൊരു വയർ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് രണ്ട് ക്വാളിറ്റി നമ്മൾ വ്യത്യാസം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ ലെവലിൽ നോക്കുക കണ്ടോ, ഈ കോപ്പർ സെയിം ഏകദേശം കോപ്പർ നോക്കി കണ്ടോ, വ്യത്യാസം നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ആ കോപ്പർ ആ വയർ കറുത്ത് തുടങ്ങിയിരിക്കുന്നു. അതായത് ആ സ്ലീവിൻ്റെ അകത്ത് കിടന്നിട്ടാണെങ്കിൽ പതുക്കെ കറുത്ത് തുടങ്ങിയിരിക്കുന്നു, കറുപ്പ് വന്നിരിക്കുന്നു. ഇതുപോലെയുള്ള മോഡൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മാർക്കറ്റിൽ പല രീതിയിലുള്ള വയറുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന വയറുകൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വയർ അല്ലെങ്കിൽ നമുക്കിത് അറിയാൻ സാധിക്കില്ല. എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ഭിത്തിയുടെ അകത്ത് നമ്മൾ വയർ വലിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ പൈപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് ഈ വയറുകളെല്ലാം തന്നെ പതുക്കെ കറുത്ത് ക്വാളിറ്റി കുറഞ്ഞ വയറാണെങ്കിൽ കറുത്ത് റെസിസ്റ്റൻസ് ഹൈ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് വയർ കംപ്ലൈൻറ്റ് ആവുന്നതിന് തുല്യമായിട്ടാണ് അതിൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആവും. ക്ലാവ് പിടിക്കുന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ അതതിൻ്റെ മിക്സിങ് പ്രശ്നമായതുകൊണ്ടാണ് റെസിസ്റ്റൻസ് ഹൈ ആവും. പിന്നെ വരുന്നത് ആംബിയർ, കറണ്ട്, ഇതെല്ലാം ഭയങ്കരമായിട്ട് വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ട് ചാർജ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഹൈ കറണ്ട് റെസിസ്റ്റൻസ് വയറിന് വരുന്ന സമയത്ത് കറണ്ട് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും അതിൽ വരുന്ന വോൾട്ടേജ് കാര്യങ്ങളൊക്കെ വേരിയേഷൻസ് വരും. അങ്ങനെ വരുന്ന സമയത്താണെങ്കിൽ ഈ പ്രശ്നങ്ങളുണ്ടാകും, കറണ്ട് ചാർജ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം, വി ഗാർഡിൻ്റെ വയറാണ് ഈ കാണുന്നത്. വി ഗാർഡിൻ്റെ വയർ അത്യാവശ്യം നല്ല ഒരു മീഡിയം ക്വാളിറ്റിയുള്ള വയറുകൾ തന്നെയാണ് കണ്ടോ. അതിൻ്റെ കോപ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേ ലെവലിൽ തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതേ ലെവലിലെങ്കിലും നമുക്ക് കിട്ടിയാൽ മാത്രമേ വയറിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കുള്ളൂ. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ. അതല്ല നിങ്ങൾ വർഷങ്ങൾ കഴിയുന്നവരും അത് കറുത്ത് വരികയാണെങ്കിൽ ആ ക്വാളിറ്റി ഒട്ടും തന്നെ ഇല്ലാത്ത വയറാണ്, അത് ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വീട് എന്തായാലും വെക്കുന്ന സമയത്ത് ഒറ്റ പ്രാവശ്യമേ നമ്മൾ അതിൻ്റെ വയറിങ് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. ലൈഫ് ലോങ് കണ്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വയർ തന്നെ ഉപയോഗിക്കാം. ഇതും ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 15-20 വർഷം മുന്നുള്ള വയറാണ്. ആ വയറും നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കണ്ട ഏകദേശം ആ സെയിം ക്വാളിറ്റി തന്നെ ഇന്നും അത് നിലനിൽക്കുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ലോക്കൽ ബ്രാൻഡുകൾ വാങ്ങുന്നതിന് പ്രശ്നമില്ല, എന്നാൽ ക്വാളിറ്റി നന്നായിരിക്കണമെന്ന് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഉള്ള അത്യാവശ്യമാണത്. അപ്പോൾ നിങ്ങൾക്ക് വയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വയർ സെലക്ട് ചെയ്യാം. ക്വാളിറ്റിയുള്ള വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ അത്യാവശ്യം ഫുൾ ക്വാളിറ്റി വേണമെന്ന് നിർബന്ധമില്ല, ഒരു മീഡിയം ക്വാളിറ്റിയുള്ള വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്തില്ലെങ്കിൽ കറണ്ട് കാശ് നമ്മളെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കറണ്ട് കാശ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അത് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.